അഭിനയം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? അഭിനയം ഈ മിമിക്രിയെ പറഞ്ഞല്ലോ, മിമിക്രി അത് പോണക്ട് വന്നപ്പോൾ അങ്ങനെ ബോംബെയിൽ ഇതുപോലെ ഒരു വേദിയിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നാടക ട്രൂപ്പിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പടത്തിൽ ഈ നാടകത്തിലൊരു ഹ്യൂമർ ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നാടകം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ കുറേ കാലം അങ്ങനെ നാടകം ചെയ്യുന്നു. അങ്ങനെ ഈ നാടകവും മിമിക്രിയൊക്കെ ആയിട്ട് ഈ കമ്പയറിങ്ങും എല്ലാം ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ ഡബ്ബിങ്ങിലേക്ക് പോകുന്നത്, വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഡബ്ബിങ്ങിൽ നിന്നും കുറെ കാലം കഴിഞ്ഞ് ആക്ടിങ്ങിൽ നിന്നപ്പോൾ രണ്ടുപേർ ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുന്നത്. ആക്ടിങ്ങില് അങ്ങനെ ആരും വിളിച്ചതല്ല, നമ്മൾ തന്നെ അന്വേഷിച്ചു പോയതാണ്. അന്വേഷിച്ച് കുറെ കാലം നടന്നു. തിരിച്ച് വീണ്ടും ബോംബെക്ക് പോയി. വീണ്ടും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അവിടെ വെച്ചിട്ട് തന്നെ ബോംബെയിൽ നിന്ന് തന്നെ ഹെൽപ്പ് വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ലാൽ ജോസ്, ഞാൻ അദ്ദേഹത്തിനോട് പറയാം, നിങ്ങളുടെ സ്റ്റേജിലെ പ്രോഗ്രാംസ് കണ്ടു, നല്ല ടാലൻറ്റഡ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കുറേ ശ്രമിച്ചു, പല വഴിക്കും ശ്രമിച്ചു, പല രൂപത്തിലും ഭാവത്തിലും ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, വലിയ താമസമില്ലാതെ ഉടനെ തന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ നമ്മളൊന്ന് വീക്ഷിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇനി എൻ്റെ ഒരു സിനിമ കഴിഞ്ഞുള്ളൂ, ഇപ്പോൾ ഇനി അടുത്ത സിനിമ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അടുത്ത സിനിമ എടുക്കുന്ന സമയത്ത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു അവസരം തരാം. ഇപ്പം നിങ്ങളെ മെയിനാക്കിയിട്ട് എനിക്ക് സിനിമ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബോംബെയിൽ നല്ല ജോലിയും അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഇവിടെ സിനിമയിൽ വന്ന് നിങ്ങൾ അഭിനയിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് സിനിമ കിട്ടുമോ എന്നറിയില്ല, വരുമാനം എന്ത് കിട്ടുമെന്നറിയില്ല, നിങ്ങൾക്ക് തന്നെ പ്രോപ്പറായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അവൻ പറഞ്ഞത് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിരാശനാവണ്ട, എൻ്റെ അടുത്തൊരു ഫിലിം നടക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ ചെറുതായിട്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ പുതിയ ഫിലിമിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് അറിയുമ്പോൾ നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഞാനും കൂടി ഒരുമിച്ചാണ് വരുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസരം തന്നു. മീശമാധവൻ എന്ന് പറയുന്ന ഫിലിമായിരുന്നു, അതാണ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ അതിൽ ദിലീപ് മറ്റേ ഞങ്ങൾ വന്നിട്ട് കളി കാണിക്കുന്ന സീനായിരുന്നു ചേട്ടന്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ പടത്തിൽ നിങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ റോളാണ്, കുറച്ച് ദിവസം ഉണ്ടാവും, ഇങ്ങനെ കൂടെയൊക്കെ നിന്ന്, അപ്പോൾ ഫിലിം എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കറക്റ്റായിരുന്നു, കറക്റ്റ് അഡ്വൈസാണ് തന്നത്. അപ്പോൾ ആ പടം കഴിഞ്ഞിട്ട് ഞാനിവിടെ തന്നെ നിന്നു. മറ്റേ ഫ്രണ്ട് തിരിച്ച് ബോംബെക്ക് പോയി. ആളെപ്പോഴും ബോംബെയിലുണ്ട്, കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബോംബെക്ക് പോയത് ഫിലിം അഭിനയിക്കാൻ, ബോംബെയിൽ ജോബ് ആയിട്ട് തന്നെ പോയതാണ്. ഓ അത് ശരി. ഇപ്പൊ ഇത്രയും ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരായിരിക്കും? ഇപ്പൊ ഇത്രയും നമ്മള് ബോംബെ പോയി, നമ്മളെ പ്രതീക്ഷകളാണല്ലോ, അപ്പൊ ഒന്നും നമ്മുടെ കയ്യിലൊന്നുമില്ല, വി ആർ ടോട്ടലി ബ്ലാങ്ക്. പക്ഷെ നമുക്ക് ഇത്രയും എത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവൽ സെൽഫ് ആണോ അതോ സെൽഫ് ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ? ഈ പറഞ്ഞ ഈ അബിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ സോമൻ പറഞ്ഞ പോലെ പലരും ഓരോരോ ഘട്ടത്തിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് വിട്ടു. ഇപ്പൊ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒന്ന് കൈപിടിച്ചു ഈ ഫ്രണ്ട്. ഇപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതിൽ ഏറ്റവും ഒരു നമ്മുടെ ബ്രേക്ക് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇല്ല, എപ്പോഴും പറയുമല്ലോ, ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറഞ്ഞ ഇനി വരാനുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അങ്ങനെയല്ല, കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു പടത്തിലെ ഒരു ബെന്നി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഉണ്ട്. പിന്നെ 1983 ഒരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെ അങ്ങനത്തെ കുറേ ഫിലിംസ് ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പുള്ളിപ്പുള്ളി ആട്ടിൻകുട്ടിയും, അങ്ങനത്തെ കുറേ ഫിലിംസ് ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടും. ഞാൻ പിന്നെ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിലേക്ക് വന്നു. ആരെ അഭിനയിക്കാൻ വിളിച്ചത് ഞാനൊരു അതിന് കൃത്യം ഇപ്പോഴത്തെ പിള്ളേരെ കുറച്ച് റൂട്ടഡാണ്. എനിക്ക് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യണം, ഞാൻ ഇന്നതേ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെ മുന്നേറാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ വന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അപ്പോൾ സിനിമയിൽ തുടക്കം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡബ്ബിങ് വീണ്ടും ഇവിടെ ചെയ്തു. ഒത്തിരി സിനിമകളിൽ ഡബ് ചെയ്തു, ഒത്തിരി സിനിമ നടന്മാർക്ക് വേണ്ടി ഡബ് ചെയ്തു. ഇപ്പം നരേൻ്റെ ആദ്യകാലത്ത് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിളൊക്കെ ഞാനാണ് ഡബ് ചെയ്തത്. അതുപോലെ ഞാൻ സൈജു കുറുപ്പിന് വേണ്ടി സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്, നിഷാന്ത് സാഗറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, ഞാൻ വിനീത് കുമാറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെമ്പ വിനോദ് ജോസിന് വേണ്ടി ഡബ് ചെയ്തിട്ടൊക്കെ അവർക്ക് വേണ്ടി പല സിനിമകളിലും എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിരവധി അനവധി വില്ലന്മാര് ഹിന്ദിയിൽ നിന്ന് വരുന്നവർ. അപ്പൊ ഹിന്ദി ഭാഷ സംസാരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും ഉടനെ. ഹിന്ദിയിൽ നിന്ന് വന്നതിലിപ്പോ ഫസ്റ്റ് ആമേൻ ഫിലിം കണ്ടിട്ടുള്ളൂ, അതിൽ വില്ലനായിട്ട് വരുന്നില്ല, മുടിയൊക്കെയുള്ള ഒരു കക്ഷി, പോത്ത് ബാൻഡ് വായിക്കുന്നത്. പുള്ളിയുടെ പേര് മകരൻ ദേശ്പാണ്ഡെ എന്നാണ്. അല്ല, പുള്ളി തന്നെ പുലിമുരുകനിലുണ്ട് വില്ലനായിട്ട്, പുള്ളി തന്നെ 2 കൺട്രീസിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫിലിംസിലെല്ലാം പുള്ളി വരുമ്പോൾ ഞാൻ ഡബ് ചെയ്യും. പക്ഷെ അത് പുള്ളിക്ക് വേണ്ടി മലയാളത്തിലാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പുള്ളി ഹിന്ദിക്കാരനാണ്, അപ്പൊ മലയാളം ഭാഷ അറിയില്ലാത്തത് കൊണ്ട് അങ്ങനെ വരുന്നത്. അല്ല, അത് വേണ്ടി മാത്രം അല്ല, അത് പുള്ളി ആമേനില് പുള്ളി മലയാളിയായിട്ട് തന്നെയാണ്.
ഈ പുലിമുരുക്കനിലെ പുള്ളി ഒരു തമിഴ് കാട്ടിലെ ചന്ദനമൊക്കെ കടത്തുന്ന ആളായിട്ടാണ്, മറ്റേ വീരപ്പന്റെ ഗെറ്റപ്പിലാണ്. അപ്പൊ അതില് തമിഴ് കലർന്ന രീതിയിലാണ് സംസാരിച്ചത്. ഡാഡി ഇവനെ വിട്ട് കളയരുത്, ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ലക്ഷത്തിലൊരു പീസായി കാണുമെന്ന് ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതില്. മറ്റേല് ഒരു ഷാപ്പിൽ കയറി വന്നിട്ട് ഇയാൾ ഒരു കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചിലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഈ ആമീനില്. അപ്പൊ തീരതേ ഒരു കുപ്പി കള്ളിങ് എടുത്തേന്ന് പറയും. പുള്ളി മൊത്തത്തിൽ ഒരു ഹാലോസിനേഷൻ മോഡാണ് അതിൽ. അപ്പൊ പുള്ളി ഒരു എപ്പോഴും അടിച്ചു ഫിറ്റായ പോലത്തെ ഒരു രീതിയിലുള്ള സംഭാഷണമാണ് അതിൽ പിടിച്ചത്. അപ്പൊ പുള്ളി ഒരു ഗംഭീര തിയേറ്റർ ആക്ടറാണ്. അപ്പോൾ മലയാളം പറയുന്നത് പിടിച്ച 1 2 3 4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ റിതം മീറ്റർ കിട്ടും, അത് നമുക്ക് ഡബ് ചെയ്യാം. അപ്പൊ ഈ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുമ്പോഴേ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ക്യാരക്ടർ ഡബ് ചെയ്യുമ്പോൾ അതിനൊരു ചേഞ്ചോ അല്ലെങ്കിൽ വോയിസ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വരില്ലേ? ഉറപ്പായിട്ടും വരും. അപ്പൊ നമ്മൾ വേറെ ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മാനറിസംസും നോട്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കും വോയിസിൽ. അപ്പൊ ഓട്ടോമാറ്റിക് ചെറിയ ചെറിയ ചേഞ്ചസ് ഓറുകൾ, പിന്നെ എനിക്ക് വേണം മിമിക്രി കൂടി വശമുള്ളതുകൊണ്ടാവാം ചെറിയ ചേഞ്ചസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിന്റെ സോൾ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. പക്ഷെ ആ ക്യാരക്ടറിലൂടെ നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അയാളായിട്ട് തോന്നും. അങ്ങനെയാണ്.